ഇപ്പോൾ UDF ആണോ LDF ആണോ കേരളം ഭരിക്കാൻ പോകുന്ന അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളപ്പോൾ പലപ്പോഴും അല്ല ഷോൺ തന്നെ ഇത്തവണ നമ്മൾ ഭരിക്കുമെന്ന് പറഞ്ഞില്ല എന്നോട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഒന്നും സഹകരണം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കേണ്ട. അങ്ങനെ വരുമ്പോൾ അവരെ ബൈപ്പാസ് ചെയ്ത് BJP വേണ്ട കാര്യങ്ങൾ പാലയ്ക്ക് വേണ്ടി ചെയ്തു തരുമെന്ന് തോന്നുന്നു. ഇവരുടെ ആരുടെയും ഒരു ഓശാരമില്ലാതെ പാലയുടെ ഡെവലപ്മെന്റ് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിനുള്ള കഴിവ് എനിക്ക് പ്രാപ്തിയും രാഷ്ട്രീയ ബന്ധവും എനിക്കുണ്ടെന്ന് പാലാക്കാർക്കും നല്ല ബോധ്യമുണ്ട്. മാത്രമല്ല പാലാ BJP ജയിച്ചാൽ പിന്നെ ഇത് ആരുടെ മണ്ഡലമാണ്? മോദിജിയുടെ മണ്ഡലമാണ്. പിന്നെ ഇവിടുത്തെ വികസനം എന്ന് പറയുന്നത് മാത്രമല്ല എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല. കാരണം പാലാ എന്ന് പറയുന്നത് പാലാ പിടിച്ചെടുത്തുകൊണ്ട് ഷോൺ ജോർജ് എന്നാൽ ഷോൺ ജോർജ് ചോദിക്കുന്ന എന്തും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നും ലഭ്യമാകും. മാത്രമല്ല ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് ഇനി ചെയ്യാൻ പറ്റുന്ന പരിമിതികളുണ്ട്. ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഇനി ഒരു ജനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാനപരമായി വലിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അത് ചെയ്യാൻ മോദി സർക്കാരിനെ കഴിയും. അല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ ലോട്ടറിയുടെയും കള്ളിന്റെയും മാത്രം പൈസ കൊണ്ട് ഒരു ശമ്പളം കൊടുക്കാൻ വേണ്ടി മാത്രം ഓടുന്ന ഒരു സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ പറ്റും? ശരിയാണ്. ഇപ്പൊ ഈ പറഞ്ഞതെല്ലാം പക്ഷെ പണ്ടത്തെ പോലെ അല്ല. പണ്ടൊക്കെ നിങ്ങൾക്കൊരു പ്രസ്താവന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിൽ വന്നു പോയി ഒരു ദിവസത്തെ ലൈഫേ ഉള്ളൂ. ഇതിപ്പോ നമ്മുടെ വീഡിയോ ഒക്കെ ഇനി 5 വർഷം ഉണ്ട്. അപ്പം പിന്നെ പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ഞാൻ തിരിച്ചു വന്ന് ചോദിക്കും. 5 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ ഇവിടെ വരുമ്പോ ഇന്ന് കാണുന്ന ഫലം ആയിരിക്കില്ലെന്ന് എഴുതി വെച്ചു. ആണല്ലേ? വെരി ഗുഡ്.